കോതമംഗലം വടാട്ടുപാറ റോഡിലെ വനാതിർത്തിയിലെ അടിക്കാടുകൾ നീക്കം ചെയ്യാൻ മുന്നിട്ടിറങ്ങി നാട്ടുകാർ. പുളിമൂടഞ്ചാൽ മുതൽ കമ്പിലൈൻ വരെയുള്ള ഭാഗത്താണ് അടിക്കാടുകൾ നീക്കം ചെയ്യാൻ നാട്ടുകാർ മുന്നിട്ടിറങ്ങിയത്. വനം വകുപ്പിന്റെ സഹകരണത്തോടുകൂടി സംഘടിപ്പിച്ച ഉദ്യമത്തിൽ നിരവധി പേർ പങ്കെടുത്തു. കാട് വെട്ടിത്തെളിക്കാൻ നാട്ടുകാർ മുന്നിട്ടിറങ്ങി. സ്വന്തമായി കാടുവെട്ട് മെഷീനുള്ളവർ അവ സൗജന്യമായി നൽകി. ഓട്ടോറിക്ഷ തൊഴിലാളികൾ സൗജന്യമായി പെട്രോളും വാങ്ങി നൽകി. വനം വകുപ്പ് എല്ലാവർക്കും ആവശ്യമായ ഭക്ഷണവും നൽകി. തികച്ചും ജനകീയമായിരുന്നു കഴിഞ്ഞ ദിവസം വടാട്ടുപാറ റോഡിൽ വനാതിർത്തിയിലെ അടിക്കാടുകൾ വെട്ടിത്തെളിക്കാൻ നടത്തിയ ശ്രമം. കാലങ്ങളായി റോഡിന്റെയും വനത്തിന്റെയും അതിർത്തിയിൽ അടിക്കാട് ഉയരത്തിൽ വളർന്നു നിൽക്കുകയായിരുന്നു. ഇക്കാരണം കൊണ്ടുതന്നെ കാട്ടുമൃഗങ്ങൾ റോഡരികിൽ നിന്നാൽ കാണാൻ കഴിയുമായിരുന്നില്ല. വീതി കൂട്ടി കാട് വെട്ടിയതോടെ ഈ പ്രതിസന്ധിക്കും പരിഹാരമായി. കുറേ വർഷങ്ങളായിട്ട് ജനങ്ങളുടെ എല്ലാ സഹകരണത്തോടുകൂടി കാട് വെട്ടി വീതിയിൽ കാട് വെട്ടി ഇത്തവണ നമ്മളുടെ വനം വകുപ്പിൻ്റെ വാച്ചർമാർ അവരുടെ സഹായത്തോടുകൂടി വീതി കുറച്ചിട്ടാണെങ്കിലും ഏകദേശം കാട് വെട്ടി കൊടുത്തു. നമ്മളെ സംബന്ധിച്ച് വടാട്ടുപാറക്കാരെ സംബന്ധിച്ചിടത്തോളം ഇത് വീതിയിൽ തന്നെ കാട് വെട്ടി ഇട്ടില്ലെങ്കിൽ ഒന്ന് കാട്ടുമൃഗങ്ങളെ നമുക്ക് കാണാൻ കഴിയില്ല. രണ്ടാമത് ഇത് വീണ്ടും അടുത്ത വർഷമാകുമ്പോഴേക്കും വല്ലാതെ വളർന്നു വരും. ആ സാഹചര്യത്തിലാണ് നമുക്ക് കുറച്ച് മെഷീൻ കൂടി ഉപയോഗിച്ചുകൊണ്ട് കാട് വെട്ടുക എന്നുള്ള ആശയം ഉണ്ടായി വരികയും 30 പേര് 6 മെഷീനുകളുമായി നമ്മൾ ഇവിടം വരെ എത്തി മനോഹരമായ 2 സൈഡും നല്ല രീതിയിൽ നമുക്ക് എടുക്കാൻ കഴിയും. ഒരു ദിവസം കൂടി വെട്ടിക്കഴിഞ്ഞാൽ നമുക്ക് പൂർണ്ണമായിട്ടും അങ്ങേയറ്റം വരെ രീതിയിൽ എടുക്കാൻ കഴിയും. 30ഓളം പേരാണ് ദിവസങ്ങളായി തുടരുന്ന ഈ ശ്രമത്തിൽ ഇന്ന് പങ്കാളികളായത്. 5 മെഷീനുകൾ കാടുവെട്ടാനായി എത്തിച്ചു. വനം വകുപ്പ് അധികൃതരും സഹായത്തിനെത്തി. ജനങ്ങൾ നേരിടുന്ന പ്രശ്നത്തിന് ജനങ്ങൾ തന്നെ പരിഹാരം കണ്ടു. ന്യൂസ് ഡെസ്ക് KCV ന്യൂസ്.